ചേലക്കര, പാലക്കാട്, വയനാട് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ നാളെ. ആദ്യമെണ്ണുക തപാൽ വോട്ടുകൾ. രാവിലെ 8:15 ആദ്യ ഫലം പുറത്തുവരും. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് 3.5 കിലോ സ്വർണം കവർന്ന കേസിൽ വരന്തരപ്പള്ളി സ്വദേശികളായ 2 പേർ ഉൾപ്പെടെ 4 പേർ തൃശൂർ പോലീസിന്റെ പിടിയിൽ. തട്ടിയെടുത്ത സ്വർണം കണ്ടെത്താനായില്ല. മുരിങ്ങൂർ ഡിവൈൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ ഇടിച്ച് വൃദ്ധ മരിച്ചു. കാസർകോട് സ്വദേശിനി റോസമ്മയാണ് മരിച്ചത്. മറ്റൊരു സ്ത്രീക്ക് പരിക്ക്. പാലേക്കരയിൽ മണലി മടവാക്കര റോഡിന്റെ പ്രവേശന ഭാഗത്ത് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകട കാരണമെന്ന് ആക്ഷേപം. കൊടകര കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലെ ആളൂർ റെയിൽവേ മേൽപ്പാലത്തിൽ നടപ്പാതയില്ലാത്തത് കാൽനട യാത്രക്കാർക്ക് ദുരിതമാകുന്നു. 2 വരെ ഗതാഗതമുള്ള പാലത്തിലൂടെ ജീവൻ പണയപ്പെടുത്തിയാണ് സൈക്കിൾ യാത്രക്കാരും കാൽനടക്കാരും സഞ്ചരിക്കുന്നത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ചേലക്കര, പാലക്കാട്, വയനാട് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ നാളെ. രാവിലെ 8:15 ആദ്യ ഫലം പുറത്തുവരും. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചേലക്കര മണ്ഡലത്തിലെ വോട്ടെണ്ണുക. ആദ്യമെണ്ണുക തപാൽ വോട്ടുകളാണ്. ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടെണ്ണൽ. ഉച്ചയ്ക്ക് മുൻപ് വിജയികളെ അറിയാനാകും. ശക്തമായ ത്രികോണ മത്സരം നടന്ന പാലക്കാട് 3 മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. CPMന്റെ സിറ്റിംഗ് സീറ്റായ ചേലക്കരയിൽ അട്ടിമറിയുണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. വോട്ടെണ്ണൽ വിശദാംശങ്ങൾ TCVയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. ജ്വല്ലറി ഉടമയെ ആക്രമിച്ച 3.5 കിലോ സ്വർണം കവർന്ന കേസിലെ 4 പേർ തൃശൂർ പോലീസിന്റെ പിടിയിലായി. കണ്ണൂർ സ്വദേശികളായ പ്രബിൻലാൽ, ലിജിൻ രാജൻ, വരന്തരപ്പള്ളി സ്വദേശികളായ സതീശൻ, നിഖിൽ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. പെരിന്തൽമണ്ണയിൽ സ്കൂട്ടറിൽ പോകുകയായിരുന്ന ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് 2 കോടിയോളം വില വരുന്ന സ്വർണം കവർന്ന സംഘമാണ് പിടിയിലായത്. സ്കൂട്ടറിൽ പോകുകയായിരുന്ന MK ജ്വല്ലറി ഉടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും പിന്തുടർന്നാണ് കാറിലുള്ള സംഘം സ്വർണം കവർന്നത്. രാത്രി 9 മണിയോടെയാണ് സംഭവമുണ്ടായത്. ജ്വല്ലറി മുതൽ തന്നെ കാർ പിന്തുടരുന്നുണ്ടായിരുന്നതായി CCTV ദൃശ്യങ്ങളിൽ തെളിഞ്ഞിരുന്നു. ജ്വല്ലറി സ്ഥാപനം ഓടിട്ടതായതിനാൽ ഉടമ ആഭരണങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുകയാണ് പതിവ്. 5 പേർ കൂടി തട്ടിപ്പിൽ ഉൾപ്പെട്ടതായാണ് പോലീസിന് ലഭിച്ച സൂചന. തട്ടിയെടുത്ത സ്വർണം കണ്ടെടുക്കാനായിട്ടില്ല. ചാലക്കുടി മുരിങ്ങൂർ ഡിവൈൻ നഗർ റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്ക് മുറിഞ്ഞു കടക്കുന്നതിനിടയിൽ വൃദ്ധ ട്രെയിൻ ഇടിച്ചു മരിച്ചു. മറ്റൊരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റു. കാസർകോട് പുഞ്ചാദേശം ആനശ്ശേരി വീട്ടിൽ ജെയിംസിന്റെ ഭാര്യ 73 വയസ്സുള്ള റോസമ്മയാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ വടക്കൻ പറവൂർ തോമസിന്റെ ഭാര്യ ഉഷയെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നതിന് ഇവർ റെയിൽവേ ട്രാക്കിലൂടെ കടക്കുന്നതിനിടെ ചെന്നൈ ഇഗ്മോർ എക്സ്പ്രസ് ഇരുവരെയും ഇടിക്കുകയായിരുന്നു. ട്രെയിൻ ഇടിച്ച ഉടനെ റോസമ്മയുടെ മരണം സംഭവിച്ചു. ഡിവൈൻ നഗർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്ക് എതിർദിശയിലേക്ക് കടക്കുന്നതിനും തിരിച്ചു വരുന്നതിനും ആകാശപാത സംവിധാനമില്ല. യാത്രക്കാർ ട്രാക്ക് മുറിച്ചു കടക്കുകയാണ് പതിവ്. ഇതിനായി പ്ലാറ്റ്ഫോമിൽ നിന്നും ട്രാക്കിലേക്ക് ഇറങ്ങുന്നതിന് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പാലേക്കര ടോൾ സമാന്തര പാതയായ മണലി മടവാക്കര റോഡിന്റെ പ്രവേശന ഭാഗത്ത് ലോറി മറിഞ്ഞു. പെരുമ്പാവൂരിൽ നിന്ന് പ്ലൈവുഡ് കയറ്റി വന്ന ലോറിയാണ് മറിഞ്ഞത്. ആർക്കും പരിക്കില്ല. മണലിയിൽ നിന്ന് മടവാക്കര റോഡിലേക്ക് തിരിയുന്നതിനിടെ നിയന്ത്രണം വിട്ട ലോറി മറിയുകയായിരുന്നു. അപകടത്തെ തുടർന്ന് മടവാക്കര റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ദേശീയപാതയിൽ നിന്ന് മടവാക്കര റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് വളവും ഇറക്കവുമാണ്. വളവ് തിരിയുന്നതിനുള്ള വീതിയും ഇവിടെയില്ല. തിരിയുന്ന ഭാഗത്തെ ഒരു വശത്ത് ദേശീയപാതയും മടവാക്കര റോഡും തമ്മിൽ ഉയര വ്യത്യാസവുമുണ്ട്. ഇവിടെ അപകടങ്ങൾ ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റിയും പഞ്ചായത്ത് അധികൃതരും ഒന്നും ചെയ്യുന്നില്ലെന്ന ആരോപണവും ശക്തമാണ്. ആമ്പലു പാലേക്കര പ്രദേശത്തെ മറ്റൊരു അപകട മേഖലയായി ഇവിടെ മാറിയിരിക്കുകയാണ്. ഈ റോഡിലേക്ക് തിരിയാനായി വാഹനങ്ങൾ ദേശീയപാതയിൽ കാത്തുനിൽക്കുന്നതും നിരവധി അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ദേശീയപാത നടത്തറ ഹുണ്ടായി കാർ ഷോറൂമിന് സമീപം മിനി ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് മറിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റു. മിനി ലോറി ഡ്രൈവർ സമ്പത്തിനാണ് പരിക്കേറ്റത്. കൈക്ക് ഗുരുതര പരിക്കേറ്റ സമ്പത്തിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണുത്തിയിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് ഒരേ ദിശയിൽ പോകുകയായിരുന്ന മിനി ലോറിയും പിക്കപ്പ് വാനും തമ്മിൽ കൂട്ടിയിടിച്ച് വാഹനങ്ങൾ മറിയുകയായിരുന്നു. ഇന്ന് വെളുപ്പിനായിരുന്നു അപകടം. കൊടകര കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ആളൂർ റെയിൽവേ മേൽപ്പാലത്തിൽ കാൽനട യാത്രക്കാർക്കായി നടപ്പാതയില്ലാത്തത് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. 2 വരെ ഗതാഗതമുള്ള പാലത്തിലൂടെ ജീവൻ പണയപ്പെടുത്തിയാണ് സൈക്കിൾ യാത്രക്കാരും കാൽനടക്കാരും സഞ്ചരിക്കുന്നത്. ആളൂർ മാള റോഡിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായാണ് 10 വർഷം മുമ്പ് ആളൂർ പള്ളി റോഡ് ജംഗ്ഷനിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിച്ചത്.
2013 നിർമ്മാണം ആരംഭിച്ച പാലം 2 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 7.5 മീറ്റർ വീതിയിലും 400 മീറ്റർ നീളത്തിലും നിർമ്മിച്ച പാലം 2015 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് നാടിന് സമർപ്പിച്ചത്. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനായിരുന്നു പാലത്തിന്റെ നിർമ്മാണ ചുമതല. ഉദ്ഘാടനം കഴിഞ്ഞ് ഏറെ താമസിയാതെ പാലത്തിൽ ടോൾ ഏർപ്പെടുത്താൻ നീക്കം നടന്നെങ്കിലും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ശക്തമായ പ്രതിഷേധ സമരത്തെ തുടർന്ന് അധികൃതർ തീരുമാനം ഉപേക്ഷിക്കുകയായിരുന്നു. പാലത്തിന്റെ ഇരുവശത്തുമുള്ള അപ്രോച്ച് റോഡുകളിൽ കാൽനടയാത്രക്കാർക്ക് സുരക്ഷിതമായി കടന്നുപോകാനുള്ള സൗകര്യമൊരുക്കാതിരുന്നതിനാൽ തുടക്കം മുതലേ തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നുവെങ്കിലും അധികൃതർ ഗൗനിച്ചില്ല. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് സുഗമമായ യാത്ര സാധ്യമായതോടെ ഇതുവഴിയുള്ള വാഹനങ്ങളുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണിപ്പോൾ. നിരന്തരം വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ ആളൂർ മേൽപ്പാലത്തിലൂടെയുള്ള കാൽനടയാത്രയും സൈക്കിൾ യാത്രയും ഒട്ടും സുരക്ഷിതമല്ലാതായിട്ടുണ്ട്. മേൽപ്പാലത്തിലെ കോൺക്രീറ്റ് സ്ലാബുകളുടെ ഉപരിതലത്തിൽ വിള്ളലുകൾ കാണപ്പെട്ടതും ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. TC വിനോസ്, കൊടകര. കർഷകർക്ക് ആശ്വാസമായി മറ്റത്തൂർ ഇറിഗേഷൻ കനാലിൽ വെള്ളമെത്തി. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിക്ക് കീഴിലുള്ള മറ്റത്തൂർ കനാലിൽ വെള്ളമില്ലാത്തതിനാൽ കനാൽ വെള്ളത്തെ ആശ്രയിച്ച് മുണ്ടകൻ കൃഷി ഇറക്കുന്ന കർഷകർ ദുരിതത്തിലായിരുന്നു. മറ്റത്തൂരിലെ മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിലാണ് പ്രധാനമായും കനാൽ വെള്ളത്തെ ആശ്രയിച്ച് കൃഷി ഇറക്കുന്നത്. ആഴ്ചകൾക്ക് മുൻപേ നിലമൊരുക്കി ഞാറ്റടി തയ്യാറാക്കി കർഷകർ കാത്തിരിപ്പ് തുടങ്ങിയെങ്കിലും കനാൽ വെള്ളം എത്താതിരുന്നത് കൃഷി വൈകിപ്പിച്ചു. 10 ദിവസം മുൻപ് കനാലിലേക്ക് വെള്ളം തുറന്നുവിട്ടിരുന്നു. എന്നാൽ ആറ്റപ്പള്ളി ഭാഗത്തുള്ള അണ്ടർ ടണലിന് സമീപം വെള്ളത്തിലൂടെ ഒഴുകിവന്ന മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി വെള്ളം കവിഞ്ഞൊഴുകിയതിനാൽ കനാൽ അടയ്ക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയിലാണ് വീണ്ടും കനാലിലേക്ക് വെള്ളം തുറന്നുവിട്ടത്. വെള്ളം എത്തിയതോടെ ഞാറുനടിയിൽ അടക്കമുള്ള കൃഷിപ്പണികൾ നടക്കാനുള്ള തിരക്കിലാണ് മാങ്കുറ്റിപ്പാടത്തെ കർഷകർ. തൃശൂർ പരിശുദ്ധ വ്യാകുല മാതാ ബസിലിക്ക തീർത്ഥകേന്ദ്രത്തിൽ തിരുനാളിനോടനുബന്ധിച്ചുള്ള കൂട് തുറക്കൽ ഇന്ന്. അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഞായറാഴ്ചയാണ് തിരുനാളാഘോഷം. ബസ് യാത്രക്കാരിയുടെ പണം കവർന്ന സംഭവത്തിൽ 2 യുവതികൾ പിടിയിൽ. ബസിൽ മോഷണം നടത്തുന്ന തൂത്തുക്കുടി തിരുച്ചെന്തൂർ കോവിൽപാളയം സ്വദേശികളായ ഗായത്രി, അഞ്ജു എന്നിവരെയാണ് കൊടകര പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം മറ്റത്തൂർ സ്വദേശിനിയുടെ 21,500 രൂപയടങ്ങിയ പേഴ്സ് ബസ് യാത്രയ്ക്കിടെ മോഷ്ടിക്കപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യുവതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്. ബസിൽ തിരക്കുണ്ടാക്കി അതിന്റെ മറവിൽ മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ മോഷണ കേസുകൾ ഉള്ളതായും പോലീസ് പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭയിൽ വാർഡ് പുനർവിഭജനം ഡിലിമിറ്റേഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് നടത്തിയിരിക്കുന്നതെന്നും നിലവിലെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചുള്ള വാർഡുകൾ പോലും രാഷ്ട്രീയമായി വിഭജനം നടത്തിയിരിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. കോൺഗ്രസിനും CPIക്കും BJPക്കും മാത്രമല്ല CPMലെ സേവ്യർ വിരുദ്ധ ഗ്രൂപ്പിനെയും ഒതുക്കുന്ന രീതിയിലാണ് വിഭജനം നടത്തിയിരിക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിച്ചു. ഒരു വാർഡ് വർദ്ധിപ്പിക്കുമ്പോൾ 41 ഡിവിഷൻ വെട്ടി മുറിക്കുന്നത് എന്ത് നീതിയാണെന്നും ഇതിനെതിരെ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് നീങ്ങുമെന്നും പാർലമെന്ററി പാർട്ടി ചെയർമാൻ K. അജിത് കുമാർ, കൌൺസിലർമാരായ SAA ആസാദ്, KT ജോയ്, വൈശാഖ് നാരായണസ്വാമി, സന്ധ്യ കൊടക്കാടത്ത് തുടങ്ങിയവർ പറഞ്ഞു. കാരണം ഭരണത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് എന്തായാലും ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെടില്ല എന്നുള്ള ഉറപ്പ് ചെയർമാനും CPMനും ഉണ്ട്. അതുകൊണ്ട് വാർഡ് വിഭജനം നടത്തി ജയിക്കാവുന്ന വാർഡുകളിൽ വോട്ടർമാരെയൊക്കെ CPM വോട്ടർമാരെയൊക്കെ അവർക്ക് ജയിക്കാവുന്ന വാർഡുകളിലാക്കി വിഭജനം നടത്തി അങ്ങനെ ജയിക്കാൻ പറ്റുമെന്നുള്ളതാണ്. എടത്തിരുത്തി ഏറാക്കലിൽ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടിയത് മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ഇന്ന് രാത്രിയോടെ പമ്പിംഗ് പുനരാരംഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചൊവ്വാഴ്ചയാണ് നാട്ടിക ഫർക്ക ശുദ്ധജല വിതരണ പദ്ധതിയിലെ പ്രധാന പൈപ്പ് ലൈൻ ഏറാക്കൽ ഭാഗത്ത് പൊട്ടിയത്. ഇതോടെ തീരദേശത്തെ 10 പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണം നിലച്ചു. ഏറാക്കലിൽ സ്ഥിരമായി പൈപ്പ് പൊട്ടുന്നതിനാൽ ഈ ഭാഗത്തെ 24 മീറ്ററോളം ഭാഗത്തെ 700 mm പ്രിമോ പൈപ്പ് മാറ്റി DI പൈപ്പ് സ്ഥാപിക്കുന്ന ജോലികളാണ് ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രിയോടെ പണി പൂർത്തിയാക്കി പമ്പിംഗ് പുനരാരംഭിക്കുമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞു. വഖഫ് സ്വത്ത് കൈയേറ്റത്തിന് നിയമപരമായി പരിരക്ഷ ഒരുക്കുകയാണ് വഖഫ് നിയമ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ. SDPI മണലൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വഖഫ് സംരക്ഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് P. അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി റഫീന സൈനുദ്ദീൻ, BK ഹുസൈൻ തങ്ങൾ, ഹസൻ മരോട്ടിക്കൽ, BM അബ്ദുൾ ഹക്കീം എന്നിവർ സംസാരിച്ചു. ഫറൂഖ് കോളേജിന് കൊടുത്ത ഭൂമി കാലങ്ങളായിട്ട് കുറെ ആളുകൾ കയ്യേറിയിട്ടുണ്ട്.
കുറെ കുടുംബങ്ങൾ താമസിക്കുന്ന 600ഓളം കുടുംബങ്ങളുണ്ട് എന്ന് പറയുന്നു. ആ കുടുംബങ്ങളിൽ 600 കുടുംബങ്ങളിൽ ഒരാൾക്ക് പോലും വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്തിട്ടില്ല, നിങ്ങൾ മാറിപ്പോണെന്ന് പറഞ്ഞിട്ട്. കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനയും അവരോട് പോകണമെന്ന് പറഞ്ഞിട്ടില്ല. നടൻ മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരായ പീഡന പരാതി പിൻവലിക്കുന്നെന്ന് ആലുവ സ്വദേശിയായ നടി. പോലീസ് ഏകപക്ഷീയമായി പെരുമാറുമെന്ന് പറഞ്ഞ് നടി കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉടൻ ഇമെയിൽ അയക്കുമെന്നും പറഞ്ഞു. തനിക്കെതിരെ ചുമത്തിയ പോക്സോ കേസിന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ സർക്കാർ തയ്യാറായില്ല. മാധ്യമങ്ങളിൽ നിന്ന് പോലും പിന്തുണ കിട്ടാത്തതിനാൽ പരാതികൾ പിൻവലിക്കാൻ തീരുമാനിച്ചെന്നും നടി കൂട്ടിച്ചേർത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നടിയുടെ വെളിപ്പെടുത്തലുകൾ ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. പൊതുഗതാഗത സംവിധാനം നിലവിലില്ലാത്ത സ്ഥലങ്ങളിൽ ബസ് റൂട്ടുകൾ നിർദ്ദേശിക്കുന്നതിനായി സംസ്ഥാന വാഹന ഗതാഗത വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലതല യോഗം MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നിലവിലെ ബസ് റൂട്ട് പെർമിറ്റുകളിൽ കൃത്യമായ സമയക്രമം പാലിച്ചുകൊണ്ട് അവയെ ബാധിക്കാത്ത രീതിയിൽ ഗ്രാമീണ റൂട്ടുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയ റൂട്ടുകൾ അനുവദിക്കണമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് സംഘടനാ പ്രതിനിധികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വടക്കാഞ്ചേരി ജോയിന്റ് RTO അഫ്സൽ അലി, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, മുള്ളൂർക്കര, അവണൂർ, തോളൂർ, അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഏതെല്ലാം രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നത് ദിവസത്തിനകം ലഭിക്കുന്ന പൊതുവായ നിർദ്ദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭ ഓഫീസിന് മുന്നിൽ ഏകദിന നിരാഹാരം നടത്തുമെന്ന് ഇരിങ്ങാലക്കുടയിൽ ഭാരവാഹികൾ അറിയിച്ചു. നഗരസഭ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത, പദ്ധതി പൂർത്തീകരണത്തിലെ കാലതാമസം, റോഡുകളുടെ ശോചനീയാവസ്ഥ തുടങ്ങിയവ ആരോപിച്ചാണ് സമരം. റാഫേൽ ടോണി, ജിജിമോൻ മാപ്രാണം, ഡിക്സൺ കുവക്കാടൻ, വിൻസെന്റ് കണ്ടംകുളത്തി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ JUP സ്കൂളിലേക്ക് ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി ശുദ്ധീകരണി നൽകി. GNSS ഡയറക്ടർ ബോർഡ് അംഗം K മധുസൂദനൻ നായർ യന്ത്രം സ്കൂൾ അധികൃതർക്ക് കൈമാറി. പ്രസിഡന്റ് IP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ പേഴ്സണൽ സെക്രട്ടറി ഡോക്ടർ രാജീവ് പഥക്, നഗരസഭാ കൌൺസിലർ ശോഭ ഹരിനാരായണൻ, GNSS ഭാരവാഹികളായ മധു K നായർ, K മോഹനകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിദ്ധമായ ഞെള്ളൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയം വർണ്ണാഭമായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം കുനിശ്ശേരി അനിയന്മാരാരുടെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് 22 ദേശങ്ങളിൽ നിന്നും വർണ്ണക്കാവടികൾ ക്ഷേത്ര സന്നിധിയിലെത്തിച്ചേർന്നു. കേരളത്ത് സുന്ദരന്മാരാരുടെ പാണ്ഡ്യമേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ച ശീവേലി നടന്നു. എഴുന്നള്ളിപ്പിൽ 3 ഗജവീരന്മാർ അണിനിരന്നു. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം മംഗലം കളിയിൽ 1ാം സ്ഥാനം നേടി മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ಆ ಮಾಣಿನಂಗರ ತಂಗಟಿ ಮದುಮ್ಮಳ ದುಡುಗೆ ಆ ಎಣ್ಣೆಯ ಮಂಜಳ കൊണ്ട് പറുടക മാണിനങ്കരക്ക്. ഗോത്ര നൃത്ത വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ കലാമത്സരമാണ് ഇത്തവണത്തേത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ മാവിലൻ, മലവേട്ടവ എന്നീ ഗോത്ര സമുദായങ്ങളിലെ ഗോത്ര നൃത്തമാണ് മംഗലം കളി. കാതുകുത്തു കല്യാണം, പന്തല് കല്യാണം എന്നീ ആഘോഷവേളകളിലാണ് ഈ നൃത്തരൂപം അവതരിപ്പിക്കുന്നത്. ആ കുള്ളൂത്ത് നലിപ്പൊടുക മാണിനങ്കര, ആ കുള്ളൂത്ത് നലിപ്പൊടുക മാണിനങ്കര. തുടിയാണ് പ്രധാന വാദ്യം. തുളുഭാഷയിലെ പാട്ടുകളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. 2024 പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ഉത്തരവ് പ്രകാരമാണ് 5 ഗോത്ര നൃത്തരൂപങ്ങൾ കലോത്സവത്തിലേക്ക് ഉൾപ്പെടുത്തിയത്. മംഗലം കളി, പണിയം നൃത്തം, ഇരുള നൃത്തം, മലപ്പുലയാട്ടം, പളിയ നൃത്തം എന്നിവയാണ് ഈ 5 കലാരൂപങ്ങൾ. ഇപ്പൊ മംഗലം കളി ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഭയങ്കര സന്തോഷം. ഞങ്ങൾ 1 മാസമായി ഇത് പ്രാക്ടീസ് ചെയ്ത് വരുന്നു. അപ്പോ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം. കാസർഗോഡ് സ്വദേശികളായ മഹേഷ് കപ്പള്ളി, സതീശൻ കപ്പള്ളി എന്നിവരാണ് പരിശീലകർ. കാസർഗോഡ് ജില്ലയില് മാവിലൻ മലവേട്ട സമയത്തില് കളിക്കുന്ന ഒരു കളിയാണ് മംഗലം കളി. അതായത് കല്യാണക്കളി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. കല്യാണത്തിന്റെ തലേദിവസം കളിക്കുന്നുണ്ട് കല്യാണക്കളി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഒരു പ്രതിഷേധമായിട്ടും അവരെ ഗോത്രത്തിന്റെ തനതായ കലാരൂപമായിട്ടാണ് ഇത് കണ്ടുവരുന്നത്. മാവിലൻ സമുദായത്തിന്റെ സംസ്കാരവും
അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളും വിവാഹ ആഘോഷങ്ങളുമാണ് മംഗലംകളിപ്പാട്ടിലെ പ്രതിപാദ്യ വിഷയങ്ങൾ. TCV എരുമപ്പെട്ടി. കൊടുങ്ങല്ലൂർ നഗരസഭ അയ്യപ്പ ഭക്തന്മാർക്ക് വിശ്രമ കേന്ദ്രമൊരുക്കി. ശ്രീകുരുമ്പ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രത്തിൽ അയ്യപ്പ ഭക്തന്മാർക്ക് വിരിവെക്കുന്നതിന് സൗകര്യവും ഭക്ഷണവും കുടിവെള്ളവും എല്ലാ ദിവസവും സജ്ജമാക്കിയിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മരുന്നും ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്. മധ്യകാല യൂറോപ്പിലെ നാടകരൂപങ്ങളെ ഉള്ളടക്കത്തിലും അവതരണത്തിലും അനുകരിച്ച് വേദിയിൽ കാണികളെ പിടിച്ചിരുത്തി ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിലെ ചവിട്ട് നാടകം ശ്രദ്ധേയമായി. കേരളത്തിലെ ലത്തീൻ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കലാരൂപമാണ് ചവിട്ടുനാടകം. കൊടുങ്ങല്ലൂരിന് വടക്ക് ചാവക്കാട് മുതൽ തെക്ക് കൊല്ലം വരെയുള്ള തീരപ്രദേശങ്ങളിലെ ലത്തീൻ കത്തോലിക്കരുടെ ഇടയിലാണ് ചവിട്ടുനാടകത്തിന് പ്രചാരം. പലകകൾ നിരത്തിയ അരങ്ങുകളിൽ അവതരിപ്പിക്കുന്നതിനാൽ തട്ടുപൊളിപ്പൻ എന്നും ഇതിന് പേരുണ്ട്. ചവിട്ടുനാടകം പ്രധാനമായും താണ്ഡവ പ്രധാനമാണ്. സൽകഥാപാത്രങ്ങൾക്കും ക്രൗര്യ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്കും പ്രത്യേകം ചുവടുകളുണ്ട്. വേഷവിധാനമാകട്ടെ കണ്ണഞ്ചിപ്പിക്കുന്നത്. പടയാളികളുടെ വേഷങ്ങൾ പഴയ ഗ്രീക്ക് റോമൻ ഭടന്മാരെ ഓർമ്മിപ്പിക്കുന്നതാണ്. ആമുഖം പറഞ്ഞു തുടങ്ങുന്ന ചവിട്ടുനാടകം സഭയ്ക്ക് വന്ദനം പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. പ്രധാന വേദി ഒന്നിൽ HS ചവിട്ടുനാടകത്തോടു കൂടിയാണ് വേദി ഉണർന്നത്. 3 ഗ്രൂപ്പുകളാണ് HS വിഭാഗത്തിലുണ്ടായിരുന്നത്. സെന്റ് തെരേസ സ്കൂൾ ബ്രഹ്മകുളവും HSS വിഭാഗത്തിൽ അപ്പു മാസ്റ്റർ മെമ്മോറിയൽ സ്കൂൾ തൈക്കാടും A ഗ്രേഡോടുകൂടി 1ാം സ്ഥാനം നേടി. TCV ന്യൂസ്, ചാവക്കാട്. ട്രാൻസ്ഫോമറിന് പോലീസ് സ്റ്റേഷൻ എന്ന പേരിട്ടത് വൈദ്യുതി വകുപ്പ് മന്ത്രി ഇടപെട്ട് മാറ്റി. മാള പോലീസ് സ്റ്റേഷനിൽ നിന്നും 100 മീറ്റർ ദൂരെയുള്ള ട്രാൻസ്ഫോമറിനാണ് പേരുമാറ്റം ഉണ്ടായത്. പോലീസ് സ്റ്റേഷൻ എന്ന പേരിന് താഴെ അപകടമെന്നുകൂടി രേഖപ്പെടുത്തിയിരുന്നു. ക്രമസമാധാന പാലനം നടപ്പിലാക്കുന്ന പോലീസ് സ്റ്റേഷന്റെ പേര് ദുരുപയോഗം ചെയ്യരുതെന്ന് കാണിച്ച് പൊതുപ്രവർത്തകനായ ഷാൻഡി ജോസഫ് തട്ടകത്ത് വൈദ്യുതി വകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് പേര് മാറ്റാൻ നിർദ്ദേശമുണ്ടായത്. പോലീസ് സ്റ്റേഷൻ എന്ന പേരിന് പകരം മാള PS എന്നാക്കി മാറ്റി പരാതി പരിഹരിച്ചു. പിടികിട്ടാപ്പുള്ളി 26 വർഷത്തിന് ശേഷം കാട്ടൂർ പോലീസിന്റെ പിടിയിലായി. എടക്കുളം സ്വദേശി കണിച്ചായ വീട്ടിൽ പിയൂസാണ് മുംബൈ വടയില ഈസ്റ്റിൽ നിന്ന് കാട്ടൂർ പോലീസിന്റെ പിടിയിലായത്. 1998 പൂമംഗലം സ്വദേശി മണക്കോടൻ വീട്ടിൽ രാജേഷ് എന്നയാളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയാണ് ഇയാൾ. ജൈവ കൃഷി പ്രോത്സാഹിപ്പിച്ചും ലഹരിക്കെതിരെ പോരാടിയും കഴിഞ്ഞ 38 വർഷമായി കലോത്സവങ്ങളിലെ സജീവ സാന്നിധ്യമാണ് AK സലീം കുമാർ. ഇക്കാലയളവിൽ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലാതെ ചാവക്കാട് ഉപജില്ലയിൽ ഒരു മേളകളും നടന്നിട്ടില്ല. വയലത്തൂർ AMLP സ്കൂളിലെ റിട്ടയേർഡ് പ്രധാന അധ്യാപകനാണ് സലീം കുമാർ. 1986 അധ്യാപക ജീവിതം ആരംഭിച്ചതു മുതൽ കലോത്സവങ്ങളിലും ശാസ്ത്ര കായിക IT മേളകളിലും പ്രഥമസ്ഥാനീയനാണ്. രാവിലെ മത്സരാർത്ഥികൾ എത്തുന്നതിന് മുൻപേ ഇദ്ദേഹം എത്തിയിരിക്കും. വെറും കൈയോടെ ആയിരിക്കില്ല വരവ്. കാവത്ത്, പപ്പായ, മാങ്ങ, ചക്ക, കപ്പ, ചമ്മന്തി എന്നിങ്ങനെയുള്ള എന്തെങ്കിലും കരുതിയിരിക്കും. പാഷൻ ഫ്രൂട്ട് ഉപയോഗിച്ച് പ്രത്യേകം തയ്യാറാക്കുന്ന ജൈവജലവും ഉണ്ടാകും. പ്രിയപ്പെട്ടവർക്കെല്ലാം ഇത് നൽകി വേദികളിൽ നിന്ന് വേദികളിലേക്കുള്ള ഓട്ടമാകും. കാണുന്നവരോടെല്ലാം കുശലം പറഞ്ഞുള്ള ഓട്ടത്തിനിടയിൽ ലഹരിക്കെതിരെയുള്ള വാചക കസർത്തിന് ഒരു കുറവുമുണ്ടാകില്ല. വീട്ടിൽ നിന്ന് വേവിച്ച് തൊലി കളഞ്ഞ് കൊണ്ടുവരുന്ന കാവത്തും കപ്പയുമെല്ലാം കഴിക്കുന്നതിനിടയിൽ ജൈവകൃഷിയുടെ പ്രാധാന്യവും കടന്നുവരും. ഒരിക്കൽ രുചിയറിഞ്ഞവർ കണ്ടാൽ ഓടിയെത്തും. രാമച്ച തൊപ്പിയാണ് ഇദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. കൂടാതെ രാമച്ച വിസറിയും രാമച്ച ചെരുപ്പും ഉണ്ടാകും. ശുഭ്രവസ്ത്രത്തിൽ തോളിൽ ഒരു ബാഗുമായി ഈ അധ്യാപകൻ കലോത്സവത്തിലെ വേറിട്ട കാഴ്ചയാണ്. 36 വർഷത്തെ അധ്യാപക ജീവിതത്തിൽ നിന്ന് 2 വർഷം മുമ്പ് വിരമിച്ചെങ്കിലും കലോത്സവങ്ങളിലെ പതിവ് മുടക്കിയിട്ടില്ല. ജില്ലയിൽ നടന്ന 4 സംസ്ഥാന കലോത്സവങ്ങളിലും പ്രധാന ചുമതലയോടെ മികച്ചതാക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് സലീം കുമാർ പറഞ്ഞു. ഈ കലോത്സവങ്ങളുടെ മാനുവൽ ശാസ്ത്രീയമായി പരിഷ്കരിക്കണം. ചില ഇനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോ തനത് നഗരവുമായി ബന്ധപ്പെട്ട് നാടോടിനൃത്തം പറയുന്ന പോലെ തന്നെ സാംസ്കാരിക മികവുണ്ടാക്കുന്ന വ്യത്യസ്ത തലങ്ങളിലുള്ള കലോത്സവങ്ങളിലെ ഇനങ്ങൾ ഇനിയും കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഇപ്പൊ ഏറെക്കുറെ വ്യത്യസ്ത മേഖലയിലുള്ള ജാതിമത അടിസ്ഥാനത്തിൽ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിനെല്ലാം തന്നെ സാംസ്കാരിക മൂല്യം നൽകുന്ന രീതിയിലാണ് കലോത്സവങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാലാകാലങ്ങളായി പരിഷ്കരിക്കുന്ന കൂട്ടത്തിൽ ഇതിന്റെ സോഴ്സ് ഓഫ്
ഇൻകം കണ്ടെത്തുന്നതിന് ഉൾപ്പെടെ ചില കാര്യങ്ങൾ നമുക്ക് നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായമാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇതുവരെ പങ്കെടുത്ത കലോത്സവങ്ങളിലും മേളകളിലും നെഞ്ചോട് ചേർത്ത് വെച്ച ബാഡ്ജുകളെല്ലാം അമൂല്യനിധിയായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 2006 മികച്ച അധ്യാപകനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡും 2 തവണ വടക്കേക്കാട് പഞ്ചായത്തിൻ്റെ മികച്ച കർഷകനുള്ള അവാർഡും 2018 ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആത്മ അവാർഡും നേടിയിട്ടുണ്ട്. ജൈവ ഭക്ഷണ രീതിയും വ്യായാമവുമാണ് 59ലും ചുറുചുറുക്കോടെ ആരോഗ്യവാനായി കലോത്സവങ്ങളിൽ ഓടി നടക്കാൻ കഴിയുന്നതെന്നാണ് സലിം കുമാറിൻ്റെ ഭാഷ്യം. TCV ന്യൂസ്, ഗുരുവായൂർ. ലിറ്റിൽ കൈറ്റ്സ് ഉപജില്ലാ പരിശീലനത്തിന് വിദ്യാർത്ഥികൾ ഞായറാഴ്ച എത്തണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധവുമായി തൃശൂർ അതിരൂപത കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് രംഗത്ത്. ശനി ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് ഉപജില്ലാ IT ക്യാമ്പുകൾക്ക് വിദ്യാർത്ഥികളും അധ്യാപകരും എത്തണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വെള്ളി ശനി ദിവസങ്ങളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ലിറ്റിൽ കൈറ്റ്സ് ക്യാമ്പുകൾ ശനി ഞായർ ദിവസങ്ങളിൽ നടത്താൻ തീരുമാനിച്ചത് ആരുടെ പ്രകാരമാണ് എന്നത് ദുരൂഹത സൃഷ്ടിക്കുന്നതാണെന്ന് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി. പരിശീലന പരിപാടികളിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മാറി നിൽക്കണമെന്നും കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ അതിരൂപത ഡയറക്ടർ ഫാദർ ജോയ് അടപ്പുകുളം, ഗിൽഡ് പ്രസിഡന്റ് AD സാജു, സെക്രട്ടറി ജോഫി C മഞ്ഞളി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജു P ആന്റണി, PD ആന്റോ തുടങ്ങിയവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട സഹസ്ര കൾച്ചർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കേരള കഥക് കലോത്സവത്തിന് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ ഇന്ന് സമാപനമാകും. പത്മവിഭൂഷൺ പണ്ഡിറ്റ് ബുർജ് മഹാരാജിന്റെ ഡൽഹി കലാശ്രമത്തിലെ പ്രധാന ശിഷ്യ വിദുഷി ശാശ്വതി സെൻ, മുംബൈയിൽ നിന്നുള്ള നർത്തകി നേഹ ബാനർജി, ശരണ്യ സഹസ്രയിലെ 40ഓളം കലാകാരികൾ എന്നിവർ ഇന്നലെ കഥക് അവതരിപ്പിച്ചു. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണം ഗ്രാമിന് 7200 രൂപ, പവന് 57,600 രൂപ, വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3303 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചേലക്കര, പാലക്കാട്, വയനാട് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ നാളെ. ആദ്യം എണ്ണുക തപാൽ വോട്ടുകൾ. രാവിലെ 8:15 ആദ്യ ഫലം പുറത്തുവരും. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച 3.5 കിലോ സ്വർണം കവർന്ന കേസിൽ വരന്തരപ്പള്ളി സ്വദേശികളായ 2 പേർ ഉൾപ്പെടെ 4 പേർ തൃശൂർ പോലീസിന്റെ പിടിയിൽ. തട്ടിയെടുത്ത സ്വർണം കണ്ടെത്താനായില്ല. മുരിങ്ങൂർ ഡിവൈൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിനിടിച്ച് വൃദ്ധ മരിച്ചു. കാസർഗോഡ് സ്വദേശിനി റോസമ്മയാണ് മരിച്ചത്. മറ്റൊരു സ്ത്രീക്ക് പരിക്ക്. പലേക്കരയിൽ മടവാക്കര റോഡിന്റെ പ്രവേശന ഭാഗത്ത് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയാണ് അപകട കാരണമെന്ന് ആക്ഷേപം. കൊടകര കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലെ ആളൂർ റെയിൽവേ മേൽപ്പാലത്തിൽ നടപ്പാതയില്ലാത്തത് കാൽനട യാത്രികർക്ക് ദുരിതമാകുന്നു. 2 വരി ഗതാഗതമുള്ള പാലത്തിലൂടെ ജീവൻ പണയപ്പെടുത്തിയാണ് സൈക്കിൾ യാത്രികരും കാൽനട യാത്രക്കാരും സഞ്ചരിക്കുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.